ഇലക്ഷന്റെ റിസൾട്ട് വന്നാൽ ഞാൻ ജയിക്കും. ആദ്യം ആ റിസൾട്ട് ഒന്ന് പബ്ലിഷ് ചെയ്യട്ടെ. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും. ഓ, ഞാൻ ചോദിച്ച എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വോട്ട് എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് കുത്തിയിട്ടുണ്ട്. അവന് ഓരോ വോട്ടെങ്കിലും കിട്ടട്ടെ എന്ന് ഓർത്ത്. നമുക്ക് ഇത് കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ, അത് ശരിയാ. അതുകൊണ്ട് ഞാനും പുള്ളിക്കാ കുത്തിയെ. ഒന്ന് ടി വി വെച്ച് നോക്കിയേ. നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. പന്നിക്കാട്ടിൽ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലെ സതീശൻ എന്ന സ്ഥാനാർത്ഥി 50,000 വോട്ടിന് ജയിച്ചു. അപ്പൊ ചന്ദ്രൻ ചേട്ടനോ? 0 വോട്ട്. 0 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഞാൻ ജയിച്ചോന്നാണോ എന്നോട് നോക്കിക്കേ. നോട്ടയ്ക്ക് വരെ 40 വോട്ടുണ്ട്. ഇത് സ്ഥാനത്ത് നിനക്ക് 2 ബണ്ണും ചായയും വാങ്ങി തന്നപ്പോ നീ നൈസായിട്ട് അവന്മാർക്ക് വോട്ട് കുത്തിയില്ലേ? ചന്ദ്രൻ ചേട്ടൻ്റെ വോട്ട് എന്തിനാ അവന് കൊടുത്തേ? അല്ലെങ്കിൽ ചന്ദ്രൻ ചേട്ടൻ ഒരു വോട്ട് കിട്ടൂലായിരുന്നു. ചന്ദ്രൻ ചേട്ടൻ്റെ കിണ്ടി. 0-ന് വിലയുണ്ട്. ചന്ദ്രൻ ചേട്ടൻ്റെ പരീക്ഷ പേപ്പർ ഇതുപോലെ തന്നെയായിരുന്നു. എന്നാലും 50,000 ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 1.5 ഭൂരിപക്ഷമായി പോയല്ലോ ദൈവമേ. എനിക്ക് തോന്നുന്നു നമ്മുടെ ചിഹ്നത്തിന്റെ കുഴപ്പമെന്നോ തോന്നണേ. എന്ത് മാങ്ങാണ്ടി? ഇത് മാങ്ങാണ്ടിയുടെ കുഴപ്പമല്ല. കാരണം ചെറിയ മാങ്ങാണ്ടിയാണ് മുളച്ച് വലുത് വരുമ്പോൾ വലിയ മാവാവുന്നത്. ആ ഒരു അർത്ഥത്തിൽ മാങ്ങാണ്ടി എടുത്തത് ഞാൻ. ഇപ്പൊ മാങ്ങയില്ല അണ്ടിയില്ലാത്ത അവസ്ഥയായി പോയില്ല ഇപ്പൊ നമുക്ക്. ഞാൻ പോയിട്ട് ആ ചെണ്ടമേളം ക്യാൻസൽ ആക്കിയിട്ട് വരാം. ശരി, എന്നാ അവരും പോയി. ഓക്കെ. തോറ്റുപോയത് ഞാനല്ല, അത് ജനങ്ങളാണ്. നമുക്കെന്താ പറ്റിയാണെന്ന് ശരിക്കും നമ്മൾ ഈ കവലയിലൊക്കെ പ്രസംഗം ചെയ്തില്ലേ, നമ്മൾ 50,000 വോട്ടിന് ജയിക്കും, 50,000 വോട്ടിന് ജയിക്കുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാവരും അന്ന് അവനൊരു വോട്ട് ഇട്ടിട്ട് എന്ന് കൊടുത്ത് അവന് കുത്തി. അതുകൊണ്ട് നമ്മൾ തോറ്റുപോയി. നീ എനിക്ക് തന്നില്ലല്ല. അപ്പോൾ കൂടുതൽ കുണ പറയണ്ട ആരും. പഞ്ചായത്ത് പ്രസിഡന്റ് ആവണ സ്വപ്നം കണ്ടിരിക്കായിരുന്നു ഞാൻ. ഒരു കാര്യം ചെയ്താലോ? എന്താ ഈ വരാൻ പോണ പാർലമെന്റ് ഇലക്ഷന് നമ്മുടെ MLA സ്ഥാനാർത്ഥിയായിട്ട് ചന്ദ്രൻ ചേട്ടൻ. എന്നിട്ട് എൻ്റെ വോട്ട് എനിക്ക് കിട്ടണം. ഒരു വോട്ട് കൺഫേം. ചന്ദ്ര, നിന്റെ അച്ഛൻ അച്ഛനെ വിളിക്കണ? അല്ല, നിന്റെ അച്ഛൻ ഇപ്പം നിന്റെ കൂടെ ഉണ്ടാവാണെങ്കിൽ നിനക്ക് ഇത്ര വിഷമമില്ലാന്ന് പറഞ്ഞതാ. എന്നാൽ ഈ നാട്ടുകാരുടെ മുഖത്തിന് എങ്ങനെ നോക്കും ഞാൻ? നീ എന്താ പിന്നെ വേറെ എങ്ങോട്ടിലും നോക്ക്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മള് പൊട്ടിക്കാൻ വെച്ചേണ്ട പടക്കമൊക്കെ നമുക്കിനി അടുത്ത ദീപാവലിക്ക് റോഡ് സൈഡിൽ ഒരു സ്റ്റാൾ ഇട്ടിട്ട് 2 ഇരട്ടി വിലക്ക് വിൽക്കാം. ഇനി മാങ്ങാണ്ടി വിറ്റ് ജീവിക്കാം. നിന്റെ കണ്ണിന്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞ. ഇതെന്തിനാ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കണേ? കരോള് വരുന്നുണ്ട്. കരോളുകാർക്ക് കാശ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ രാത്രി നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിടും. ഇവിടെ CCTVയിൽ ഇനി വേറെ വല്ല കരോള് ടീം വരണ്ടോ നോക്കാം. ഓ, ഭാഗ്യമില്ല.